ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും ഒരു അപ്സൈക്ലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ടോപ്പ് ഞാൻ പണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. എക്സ്ട്രാ സ്മോൾ ആയിരുന്ന ഞാൻ വെറുതെ ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് മീഡിയം ലെവലുള്ള ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനങ്ങ് എടുത്ത്. മീഡിയം ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല, പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ലൂസായിരുന്നു. ആ ഒരു സ്ലീവിൻ്റെ ആ പോർഷനൊക്കെ എപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും. ഫുൾ സ്ലീവ് ആണല്ലോ, സോ അത്യാവശ്യം നല്ല മെറ്റീരിയൽ അതിലുണ്ടായിരുന്നു. പോരാത്തതിന് അത് കുറച്ച് പഫും കൂടിയാണ്, അപ്പോൾ കുറച്ച് കൂടെ അധികം മെറ്റീരിയൽ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്ലീവ് തന്നെ ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ലീവ് എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ തുന്നഴിക്കാൻ നോക്കുമായിരുന്നു, ബട്ട് അത് പോസിബിൾ ആവുന്നില്ല. കാരണം ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആണേനും നമുക്കത് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പിന്നത്തെ വഴി എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റിയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. 2 സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മാക്സിമം ആ മെറ്റീരിയൽസൊക്കെ പിടിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അവർ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ അവിടെ തന്നെ വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ലീവിൻ്റെ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ലോക്ക് ചെയ്ത എഡ്ജ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റിച്ച് റിമൂവ് ആയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നിട്ട് ഈ സ്ലീവിൻ്റെ ആ ഷോൾഡർ പോർഷനിൽ ഒരു ഇലാസ്റ്റിക് ഉണ്ടായിരുന്നു. ആ ഇലാസ്റ്റിക് കൂടി ഞാൻ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇലാസ്റ്റിക് വെച്ചാൽ അറിയാമല്ലോ, അതിങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കൂടി റിമൂവ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് കുറച്ചധികം മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇലാസ്റ്റിക് വരുന്ന പോർഷൻ നെക്കിലേക്ക് വരുന്ന രീതിയിൽ കൊടുക്കാനാണ്. നെക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും അപ്പം നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ പഴയ ടോപ്പ് ഉണ്ടല്ലോ, പഴയ ടോപ്പിൻ്റെ ആ ഒരു യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ പ്ലാൻ. ഇതുണ്ടോ, ഈ രീതിയിൽ ഈ താഴത്ത് വരുന്നത് എൻ്റെ ഓൾഡ് ടോപ്പാണ്. ഞാൻ മേലേക്ക് കൊടുത്തിട്ടുള്ളത് എൻ്റെ സ്ലീവാണ്. ഈ ഒരു പോർഷനാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഫോട്ടോ കണ്ടപ്പോൾ ഏകദേശം ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആ ടോപ്പിൻ്റെ താഴത്തെ പോർഷൻ ഉണ്ടെന്ന്, യോക്ക് പോർഷൻ, അതിന് യോക്ക് എന്നാട്ടോ പറയാം. ആ യോക്ക് പോർഷൻ നമ്മൾ എടുത്തിട്ട് ആ സ്ലീവിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. ആ ഒരു യോക്ക് കറക്റ്റ് ഫിറ്റായിട്ട് എവിടെ വരെയാണോ വരുന്നത് അതുവരെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് ആ സ്ലീവിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ, ആ ബാക്കി പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ആ സ്ലീവിൻ്റെ പോർഷനും പഴയ ടോപ്പും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, ആ ഒരു പോർഷൻ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം സൈഡ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ നെക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി നമ്മൾ സൈഡ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ പുറത്തേക്ക് ഇടാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലല്ലോ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. അതെവിടെ നമ്മൾ കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഞാൻ ഇത് ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു ലുക്കാണ് വന്നത്. അത് കണ്ടോ, ഈ ടോപ്പിൻ്റെ താഴെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്, ഹോൾട്ടർ നെക്കായിട്ട് വരുന്ന ടോപ്പായിരുന്നു അത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം ഗ്യാപ്പ് വന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് കിട്ടിയില്ലേ, ആ പീസ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ കൂടി നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നെക്ക് ഈ ഇലാസ്റ്റിക് ആണെന്ന്. ഇലാസ്റ്റിക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു 8 ഇഞ്ചിലൊരു ഗ്യാപ്പ് വിടണം. അതെന്തിനാ വിടുന്നേ, നമുക്ക് കൈ പുറത്തേക്ക് ഇടണ്ടേ, കൈ ഉള്ളിൽ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാധനം റെഡിയായി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് ആക്ച്വലി ഒരു നെക്ക് ഹാങ്ങിങ്സ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാണ്ട് ഇരുന്നിരുന്നത്. എങ്ങനെയുണ്ട് ലുക്ക്, ഇഷ്ടമായോ ഇല്ലയോ, എന്തെങ്കിലും എക്സ്ട്രാ മോഡിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ.